വെറുമൊരു ഗോസിപ്പ് മാത്രമായിരിക്കുമെന്ന് ആശ്വസിച്ചിരിക്കുന്നതിനിടയിലാണ് വിജയ് ആരാധകർക്കുമേൽ നടന്റെ ഭാര്യ സംഗീത സ്വർണലിംഗത്തിന്റെ വിവാഹമോചനമെന്ന ഹർജി ഇടുത്തി പോലെ പതിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിൽ സംഗീത ഹർജി ഫയൽ ചെയ്തത്. വളരെ ഗൌരവമേറിയ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെ സംഗീത ഉയർത്തിയിരിക്കുന്നത്. അവിഹിതം, മാനസിക പീഡനം, നാണക്കേട്, വഞ്ചന എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. പ്രമുഖ നടിയുമായി തന്റെ ഭർത്താവിനുള്ള വഴിവിട്ട ബന്ധം സംഗീത 5 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നു. അന്നത് ചോദ്യം ചെയ്തപ്പോൾ എല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് വിജയ് സംഗീതയ്ക്ക് ഉറപ്പു നൽകി. പക്ഷെ പിന്നീട് ആ ബന്ധം തുടർന്നു. ഇതോടെയാണ് വിജയ് സംഗീത ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണത്. വിജയ്ക്ക് രഹസ്യബന്ധമുള്ള നടി തൃഷ കൃഷ്ണനാണെന്നാണ് പ്രചരിക്കുന്നത്. ആളുകളുടെയും ആരാധകരുടെയും ഈ സംശയം ഊട്ടിയുറപ്പിക്കുന്ന പ്രവൃത്തികൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമുണ്ട്. വിവാഹമോചനം ആവശ്യപ്പെട്ട് സംഗീത നിയമപരമായ നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ തൃഷയുടെ കമന്റ് ബോക്സ് വിജയ് ആരാധകരുടെ ഹേറ്റ് കൊണ്ട് നിറയുകയാണ്. അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഏറെയും കമന്റുകൾ. അണ്ണ വാഴ്ക്കെ കെടുത്തിട്ടേടി എന്നാണ് വിജയ് ആരാധകർ നടിയുടെ കമന്റ് ബോക്സിൽ കുറിച്ചത്. വിജയ്ക്കൊപ്പമുള്ള നടിയുടെ ചിത്രങ്ങൾക്ക് താഴെ കമന്റുകൾ നിറയുന്നുണ്ട്. അപ്പോ ഇത് ലൗദാനെ, അപ്പോ പുരിയല്, ഇപ്പോ പുരിത് എന്ന രീതിയിലും നിരവധി കമന്റുകളുണ്ട്. ഒരു കുടുംബം ഇല്ലാതാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നുൾപ്പെടെ കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും സോഷ്യൽ പേജുകളിൽ കാണാം. ഹോം ബ്രേക്കർ, സ്വന്തം മക്കളെക്കാൾ വലുതാണ് വിജയ്ക്ക് തൃഷ എന്നുള്ള ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ കാണാം. വിജയ് സംഗീത വിവാഹമോചനം തമിഴ്നാട്ടിലാകെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിജയുടെ PR ടീമിന്റേതെന്ന പേരിൽ ഒരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലാകെ വൈറലാവുകയാണ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നടന്റെ പ്രതിച്ഛായയ്ക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴിയും ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചും പരിഹരിക്കാമെന്ന് PR ടീമിലെ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് ഓഡിയോ ക്ലിപ്പിൽ കേൾക്കുന്നത്. എന്നാൽ ഓഡിയോ ക്ലിപ്പ് വിജയുടെ PR ടീമിന്റേത് തന്നെയാണോ എന്നത് വ്യക്തമല്ല. വൈറലാകുന്ന ഫോൺ സംഭാഷണം ഇങ്ങനെയാണ്: എല്ലാം കണ്ടല്ലോ, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനാണ്. നീ വാർത്ത കണ്ടിരുന്നോ? അണ്ണന്റെ ഡിവോഴ്സ് മാറ്റർ കണ്ടല്ലോ അല്ലേ? ഈ വിഷയം കുറച്ച് നമ്മുടെ കൈവിട്ടു പോകുന്നത് പോലെയുണ്ട്. വളരെ ഡിസ്കംഫോർട്ട് സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എപ്പോൾ എന്ത് സംസാരിക്കണം എന്നൊരു ടൂൾ കിറ്റ് നമുക്കുണ്ടല്ലോ. അതിൽ പറയുന്നത് പോലെ കരൂർ ഇഷ്യൂ വെച്ച് അണ്ണനെ തകർക്കാൻ നോക്കി. ജനനായകൻ സിനിമയുടെ റിലീസ് മുടക്കി. BJPയും തിമുക്കയും ചേർന്ന് വിചാരണ എന്ന പേരിൽ അണ്ണനെ 2 ദിവസം CBI ഓഫീസിൽ അടച്ചുവെച്ചു. SOP എല്ലാം കൊണ്ടുവന്ന് ജനങ്ങളെ അണ്ണൻ കാണുന്നത് വിലക്കി. ഇതെല്ലാം ജനം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം എഴുതി DMAക്കെതിരായി ഒരു ഹാഷ്ടാഗും അയക്കാം. വി സപ്പോർട്ട് വിജയ് അണ്ണ എന്നാണ് ഹാഷ്ടാഗ്. കരൂർ ഇഷ്യൂ ഉണ്ടായ സമയത്ത് എന്തു ചെയ്തോ അത് തന്നെ ഇപ്പോഴും ചെയ്യുക. ആദ്യം പോസ്റ്റ് ഇടുക, പിന്നീട് വീഡിയോ ഇടുക. കുടുംബത്തെയോ സംഗീത മാമിനെയോ ഒരുപാട് അറ്റാക്ക് ചെയ്യരുത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ DMKയാണ്. എല്ലാം ലീക്ക് ചെയ്ത് ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുന്നത് DMKയാണ്. ജനങ്ങളുടെ അടുത്ത് ഇതൊന്നും ഏൽക്കില്ല. അണ്ണൻ നിസ്സാരമായി ജയിക്കും. അതിനുള്ള വഴിയാണ് DMK ഇപ്പോൾ ചെയ്തതിലൂടെ ഒരുങ്ങാൻ പോകുന്നത് എന്നൊക്കെ ആയിരിക്കണം ഉള്ളടക്കം. ഒരു ഡ്രാഫ്റ്റ് താൻ അയക്കാം. ഹാഷ്ടാഗ് എന്താകണമെന്ന് ഫൈനലൈസ് ചെയ്ത് താൻ അയക്കാമെന്നായിരുന്നു ഓഡിയോ ക്ലിപ്പിലുണ്ടായിരുന്നത്. വിജയെയും നടന്റെ പാർട്ടിയെയും കരിവാരി തേക്കാൻ വിജയുടെ PR ടീമിന്റേതെന്ന പേരിൽ DMKയിലെ പ്രവർത്തകർ തന്നെയാകും ഈ ഓഡിയോ ക്ലിപ്പ് പ്ലാൻ ചെയ്ത് തയ്യാറാക്കി പുറത്തിറക്കിയതെന്നാണ് ശബ്ദ സന്ദേശം കേട്ട ശേഷം ചിലർ പ്രതികരിച്ചു കുറിച്ചത്.